ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? പ്രോൺസ് ഫ്രൈഡ് റൈസ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. ഇന്ന് അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സൈഡ് ഡിഷായ ഗോബി മഞ്ചൂരിയനാണ് ഉണ്ടാക്കുന്നത്. അതും ക്രിസ്പി ആൻഡ് ഹെൽത്തി വേർഷനിലാണ്. ഗോബി മഞ്ചൂരിയൻ ക്രിസ്പിയായി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ടിപ്സും കൂടി ഷെയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. ആദ്യം ചെറു ചൂടുവെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായി വൃത്തിയാക്കിയ ശേഷം കോളിഫ്ലവർ ഇതളുകളാക്കി മാറ്റിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പ്, കുരുമുളക് പൊടി, കോൺഫ്ലോറിന് പകരമായിട്ട് ഞാനിപ്പോൾ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് 2 ടേബിൾ സ്പൂൺ. പിന്നെ വേണ്ടത് ഒരു മുട്ട, അതും പൊട്ടിച്ചൊഴിച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. പുറമെ കോട്ടിംഗ് വരുന്ന രീതിയിലായിരിക്കണം മിക്സ് ചെയ്യേണ്ടത്. 10 മിനിറ്റ് എങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. പിന്നീട് ചൂടായ വെളിച്ചെണ്ണയിലേക്കിട്ട് പൊരിച്ചെടുക്കാം. ഓരോന്നായും തമ്മിൽ ഒട്ടാതെ ആയിരിക്കണം വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ ഇട്ടതിന് ശേഷം കുറച്ച് സമയത്തേക്ക് അതിനെ തൊടാതെ വെക്കുക. ഇല്ലെങ്കിൽ അതിൻ്റെ കോട്ടിംഗ് പെട്ടെന്ന് ഇളകിപ്പോകും. ഇതേ സമയം അതിനാവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് കൂടി കട്ട് ചെയ്തെടുക്കാം. ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്, ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി, 10 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, ആവശ്യത്തിന് മല്ലിയില, സ്പ്രിംഗ് ഓണിയൻ കൂടി ചേർക്കാം. ഓക്കെ, സവാള, ക്യാപ്സിക്കം എന്നിവ ഡൈസ് കട്ടായിട്ടാണ് കട്ട് ചെയ്യേണ്ടത്, വീഡിയോയിൽ കാണുന്നത് പോലെ. അങ്ങനെ പച്ചക്കറികളെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒക്കെ റെഡിയാണെങ്കിൽ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷാണിത്. അങ്ങനെ ഫസ്റ്റ് ബാച്ച് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും നമുക്ക് പൊരിച്ചെടുക്കാം. ഇതിൻ്റെ ക്രിസ്പിനെസ് എത്രത്തോളം ഉണ്ടെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതിൻ്റെ കോട്ടിംഗ് ഒന്ന് നോക്കൂ. ഇനി നമുക്ക് നന്നായി പഴുത്ത പകുതി തക്കാളി മിക്സിയിലിട്ട് അടിച്ചെടുക്കാം, കെച്ചപ്പിന് പകരമായിട്ട്. അതും റെഡി. ഇനി വളരെ പെട്ടെന്ന് തന്നെ കുക്കിംഗ് ചെയ്തെടുക്കാം. വേറൊരു ചൂടായ പാത്രത്തിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് ചെറുതായി കട്ട് ചെയ്ത വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അത് ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ വഴറ്റി കൊടുക്കാം. കരിഞ്ഞു പോവാതെ സൂക്ഷിക്കണം. ഓക്കെ, പൊതുവെ ഗോബി മഞ്ചൂരിയനിൻ്റെ ടേസ്റ്റിൽ വെളുത്തുള്ളിക്കാണ് പ്രാധാന്യം. അതുകൊണ്ട് വെളുത്തുള്ളിയുടെ ഫ്ലേവർ മുന്നിട്ട് നിൽക്കണം. അതനുസരിച്ചായിരിക്കണം ഇടേണ്ടത്. ഇനി സവാള ഇട്ട് കൊടുക്കാം. കൂടെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും. സവാള ഒന്നും കൂടുതലായി വാട്ടേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി ടൊമാറ്റോ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ശർക്കരയും. കെച്ചപ്പിലുണ്ടാകുന്ന മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇതൊക്കെ കൂടി നന്നായി വഴറ്റി കൊടുക്കാം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, ഗ്രേവി എത്രത്തോളം വേണം അതിനാവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം അവസാനം ഉപ്പ് നോക്കാം, പോരെങ്കിൽ ഇട്ട് കൊടുക്കാം. ഗ്രേവിക്ക് തിക്നെസ് കൂട്ടാൻ വേണ്ടി 1/2 ടേബിൾ സ്പൂൺ അരിപ്പൊടി എന്നിവയും ചേർത്ത് ഇളക്കി കൊടുക്കാം. ഗ്രേവിക്ക് കളർ കിട്ടാൻ വേണ്ടി 1 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഗ്രേവി ഡ്രൈ ആകുന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഓക്കെ, അവസാനം ക്യാപ്സിക്കവും ഇട്ട് ഒരു 5 മിനിറ്റ് വഴറ്റി കൊടുക്കാം. ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്ന സമയത്താണ് സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കേണ്ടത്. മഞ്ഞൾപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ അതും ചേർക്കാം. ഓക്കെ, ഞാനിതിൻ്റെ അവസാനം ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും. ഫ്രഷായി ക്രഷ് ചെയ്തതാണെങ്കിൽ നല്ലത്. അവസാനം ഫ്രൈ ചെയ്ത് വെച്ച കോളിഫ്ലവർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കൂടുതലൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല, ക്രിസ്പിനെസ് നഷ്ടമായി പോകും. അതുകൊണ്ട് പെട്ടെന്ന് മിക്സ് ചെയ്ത് മേലെ മല്ലിയിലയും വിതറി ഫ്ലെയിം ഓഫ് ചെയ്ത് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഗോബി മഞ്ചൂരിയൻ റെഡി. ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.